ഓം നമോ നാരായണായ. നാരായണീയം ദശകം 27 ക്ഷീരാബ്ദി മഥനവും കൂർമാവതാരവും. പാലാഴി മഥനത്തിന് കാരണമായ ദുർവാസാവിൻ്റെ ശാപത്തെ വിവരിച്ചുകൊണ്ടാണ് ദശകം തുടങ്ങുന്നത്. ഒന്നാമത്തെ ശ്ലോകം: ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപധായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതിദേശാപശക്രം കാക്ഷാന്തിസ്തുതിധരദേവതാംശജാനാം. ശ്രീ പരമേശ്വരന്റെ അംശാവതാരമാണ് ദുർവാസാവു മഹർഷി. ക്ഷിപ്രകോപിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശാപകഥകൾ പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു വിദ്യാധര സ്ത്രീ ഒരു കൽപ്പക പൂമാല കൊടുത്തു. ആ മാല ചൂടുന്ന ആൾ ത്രൈലോക്യവന്ദിതനായി ഭവിക്കുമെന്നൊരു ദിവ്യമഹാത്മ്യം അതിനുണ്ടെന്നറിഞ്ഞപ്പോൾ ദുർവാസാവ് ആ മാല ദേവേന്ദ്രന് കൊടുക്കാൻ നിശ്ചയിച്ച് ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. ദുർവാസാവ് അവിടെ ചെന്ന സമയത്ത് ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഐരാവതമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും പാലാഴി മഥന സമയത്താണ് ഐരാവതത്തെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു ആന എന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ആനപ്പുറത്ത് ഇരിക്കുകയായിരുന്ന ദേവേന്ദ്രൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദുർവാസാവ് മഹർഷിയുടെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങി. എന്നിട്ട് ആ മാല ആനയുടെ മസ്തകത്തിൽ വെച്ചു. ഈ പൂമാലയുടെ സൗരഭ്യത്താൽ ആകൃഷ്ടങ്ങളായ വണ്ടുകളുടെ ശല്യം നിമിത്തം ഈ ആന തുമ്പിക്കൈ കൊണ്ട് ആ മാലയെടുത്ത് നിലത്തേക്കെറിഞ്ഞ് കാലുകൊണ്ട് ചവിട്ടി തേച്ചു. ഇത് ദുർവാസാവ് മഹർഷിയുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. ദുർവാസാവ് മഹർഷി പോകുന്നതിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഇത് കണ്ട മഹർഷി ക്ഷമ നശിച്ചു, കോപിഷ്ഠനായി. ആനയാണിത് ചെയ്തതെങ്കിലും ദേവേന്ദ്രനെയാണ് ദുർവാസാവ് മഹർഷി ശപിക്കുന്നത്. ദേവേന്ദ്രനെ മാത്രമല്ല, നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ, ഐശ്വര്യം നശിച്ചു പോകട്ടെ എന്ന് ദേവന്മാരെ മുഴുവൻ അടക്കി ശപിക്കുകയും ചെയ്തു. തീരെ ക്ഷമ കൂടാതെയാണ് ഇങ്ങനെ ശപിച്ചത്. അതായത് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നൊന്നും ആലോചിക്കാൻ നിൽക്കാതെ, അതിനുള്ള ക്ഷമയില്ലാതെ ഉടനെ ശപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഭഗവാനോട് കൂടുതൽ ഇഷ്ടമുള്ള മേൽപ്പത്തൂർ പറയുകയാണ്: ഭഗവാനെ, അങ്ങൊഴികെ മറ്റുള്ള ദേവന്മാരുടെ അംശങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് എന്ത് ക്ഷമയാണുള്ളത്? അവർക്കൊന്നും തീരെ ക്ഷമയില്ല എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ. ദുർവാസാവിൻ്റെ ശാപത്താൽ സ്വർഗഭ്രഷ്ടന്മാരായ ഇന്ദ്രാദിദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നു. ശാപേന പ്രതിതജരേധ നിർജരേന്ദ്രേ ദേവേഷപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാ കമലജമേത്യ സർവദേവാ നിർവാണപ്രഭവ സമം ഭവന്തമാപൂ. അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ തങ്ങൾക്കൊരിക്കലും ജരാനര ബാധിക്കില്ല എന്ന് അഹങ്കരിച്ചിരുന്ന ദേവന്മാർക്ക് ജരാനര ബാധിച്ചു. ദേവന്മാർ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ട് നിഷ്പ്രഭരായി, ശക്തിയില്ലാത്തവരായി തീർന്നു. ആ സമയം നോക്കി അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്ത് ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗലോകം കൈക്കലാക്കി. അങ്ങനെ സ്വർഗലോകത്ത് നിന്നും ദേവന്മാരെ പുറത്താക്കി. സ്വർഗലോകത്തു നിന്നും പുറത്തായ ദേവന്മാർ ശിവനെ ശരണം പ്രാപിച്ചു. എന്നാൽ ശിവന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. എന്തെങ്കിലും ചെയ്യാൻ ബ്രഹ്മാവും അശക്തനായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് മോക്ഷത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായ ഭഗവാനെ അവിടുത്തെ ശരണം പ്രാപിച്ചുവല്ലോ. ദേവന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാലാഴി മഥനം നടത്തുവാൻ ഉപദേശിക്കുന്നു. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷൻ വരദ പുരഃപരേണ ധാംനാ ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥദേതി പര്യശാസ്ത്വം. അങ്ങനെ ബ്രഹ്മാദിദേവന്മാർ ഭഗവാന്റെ മഹാത്മ്യത്തെപ്പറ്റി വളരെ നേരം സ്തുതിച്ചു. അപ്പോൾ ഭക്തന്മാർക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ അങ്ങ് അവരുടെ മുമ്പിൽ വളരെ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടുവല്ലോ. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: അമൃത് സേവിച്ചാൽ നിങ്ങളുടെ സങ്കടമെല്ലാം തീരും. ശത്രുക്കളായ അസുരന്മാരുടെ സഹകരണം കൂടി നേടിയാലേ പാലാഴി കടഞ്ഞ് അമൃത് സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ട് അസുരന്മാരോട് തോറ്റതിലുള്ള ജാള്യതയൊന്നും കൂടാതെ, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കുവിൻ. കടകോലിന് മന്ദരപർവ്വതം വേണം, കടയുവാൻ കയറിന് വാസുകി വേണം എന്നെല്ലാം ഭഗവാൻ ദേവന്മാരെ ഉപദേശിച്ചു. ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്ത് മന്ദരപർവ്വതം ഭഗവാന്റെ സഹായത്തോടെ കൊണ്ടുപോയി പാലാഴിയിലിടുന്നു. അതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. സന്ധാനം കൃതവതി ദാനവൈസുരൗഘേ മന്ഥാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഗഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപയോധൗ. ഭഗവാന്റെ ഉപദേശമനുസരിച്ച് ദേവന്മാർ ചെന്ന് അസുരന്മാരുമായി സന്ധി ചെയ്തു. അപ്പോൾ അവർക്ക് തങ്ങൾക്ക് ഇനി എന്തും സാധിക്കും എന്നൊരു അഹങ്കാരം തോന്നി. അങ്ങനെ ആ അഹങ്കാരത്തോടു കൂടി അവരെല്ലാവരും ചേർന്ന് പാലാഴി കടയുന്നതിന് കടകോലായി നിശ്ചയിച്ചിട്ടുള്ള മന്ദരപർവ്വതം എടുത്ത് പുറപ്പെട്ടു. എന്നാൽ വഴിക്ക് വെച്ച് ഭാരം താങ്ങാനാവാതെ ദേവന്മാരിൽ പലരും വീണു. അങ്ങനെ മന്ദരപർവ്വതം താഴെ വീണു. അപ്പോൾ ഭഗവാൻ അവിടെ ചെന്ന് തൻ്റെ കൈകൊണ്ട് ഒരു ലന്തപ്പഴത്തെ എന്ന പോലെ വളരെ അനായാസകരമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ മന്ദരപർവ്വതത്തെ എടുത്ത് ഗരുഡൻ്റെ പുറത്തു വെച്ചു. എന്നിട്ട് അത് കൊണ്ടുപോയി പാലാഴിയിൽ നിക്ഷേപിച്ചു. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഒന്ന് പ്രകടമാവാൻ തുടങ്ങുമ്പോൾ ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കും എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാലാഴി മഥനം തുടങ്ങുന്നു. ആധായ ദ്രുതമഥ വാസുകിം വരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ അകരോസുരാരീം. ദേവാസുരന്മാർ നാഗരാജാവായ വാസുകിയെ കൊണ്ടുവന്നു. അങ്ങനെ കടകോലായ മന്ദരപർവ്വതത്തിൻ്റെ മേൽ വാസുകിയെ ചുറ്റി. പിന്നീട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഔഷധികളുടെയും വിത്ത് സമുദ്രത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെ മഥനം ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ ഭഗവാൻ ഒരു കപടം പ്രയോഗിച്ചു. അതെന്താണെന്ന് നോക്കാം. മഥനം തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ വാസുകി വിഷം തുപ്പാൻ തുടങ്ങും. ആ വിഷപ്പുക ദേവന്മാർക്ക് ഏൽക്കാതിരിക്കണം. വാസുകിയുടെ വിഷക്കാറ്റ് വീശുന്ന മുഖത്തിനടുക്കൽ അസുരന്മാരെ നിർത്തണം എന്നാണ് ഭഗവാൻ കരുതിയത്. അതിനുവേണ്ടി ഭഗവാൻ ചെയ്തത്, ഭഗവാന് അസുരന്മാരുടെ സ്വഭാവം നന്നായി അറിയാം. തങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവർക്കും ചെയ്യണമെന്ന് അസുരന്മാർ ശഠിക്കും. അതുകൊണ്ട് ഭഗവാൻ ദേവന്മാരെയും കൂട്ടി ആദ്യം തന്നെ തലഭാഗം പോയി പിടിച്ചു. കാരണം രണ്ട് ഭാഗത്തു നിന്നും മരിക്കണമല്ലോ. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ ദേവന്മാരെയും കൂട്ടി തലഭാഗം ചെന്ന് പിടിച്ചു. അപ്പോൾ ഭഗവാൻ കരുതിയതുപോലെ തന്നെ അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വൃത്തികെട്ട വാല് പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ശരി, എങ്കിൽ നിങ്ങൾ തലഭാഗം പിടിച്ചോളൂ, വാൽഭാഗം ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞ് വിഷ്ണുവും ദേവന്മാരും വാലിൻ്റെ ഭാഗത്തേക്ക് മാറി. ഇത് തന്നെയാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അസുരന്മാർ തലയും പിടിച്ചു. അങ്ങനെ 2 കൂട്ടരും ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങി. അങ്ങനെ മന്ദരപർവ്വതം താഴാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ കൂർമ്മമായി അവതരിക്കുന്നു. ശുബ്ദാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കളയാൻ തുടങ്ങി. ആ മഥനം അങ്ങനെ ശക്തിയായി തുടർന്നപ്പോൾ പാലാഴിയിലെ വെള്ളത്തിൻ്റെ ഉൾഭാഗം മുഴുവൻ കലങ്ങി മറിയാൻ തുടങ്ങി. അപ്പോൾ കടകോലായ മന്ദരപർവ്വതം അതിൻ്റെ കഠിനമായ ഭാരത്താൽ താണുപോകാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാർ ഇത് കണ്ട് വല്ലാതെ ദുഃഖിച്ചു. ദേവന്മാർ ദുഃഖിതരായത് കണ്ടപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലയോ ഭഗവാനെ, അവിടുന്ന് അങ്ങയുടെ അടുത്ത അവതാരത്തെ സ്വീകരിച്ചുവല്ലോ. അതായത് ദേവന്മാർ എപ്പോഴെല്ലാം ആപത്തിലകപ്പെട്ട് അവർ നിസ്സഹായരാകുമ്പോഴെല്ലാം ഭഗവാൻ ദേവന്മാരുടെ സഹായത്തിനായി, അവരുടെ രക്ഷകനായി എത്തിയിരിക്കും.
അങ്ങനെ ദേവന്മാർ ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ കടുപ്പമുള്ള പൃഷ്ഠഭാഗത്തോടു കൂടിയ കൂർമ്മത്തിന്റെ ശരീരം സ്വീകരിച്ചു. അങ്ങനെ ഭഗവാൻ കൂർമ്മമായി അവതരിച്ചു. കൂർമ്മരൂപിയായ ഭഗവാൻ സമുദ്രത്തിന്റെ അടിയിൽ ചെന്ന് മന്ദരപർവ്വതത്തെ പൊക്കിവെക്കുന്നു. വജ്രാതിസ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിധരനാഥ മുന്നിനേധ. സർവവ്യാപിയായ ഭഗവാനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഭഗവാന് എവിടെയും ഏത് രൂപവും സ്വീകരിക്കാൻ പ്രയാസമില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് മേൽപ്പത്തൂർ. അങ്ങനെ വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ പുറംചട്ടയോടുകൂടിയും 1,00,000 യോജന വിസ്താരമുള്ളതും, അതായത് അത്രയേറെ വലിപ്പം കൂടിയതുമായ ഒരു ആമയുടെ ശരീരമാണ് ഭഗവാൻ സ്വീകരിച്ചത്. അങ്ങനെ വലുപ്പവും ബലിഷ്ഠവുമായ ശരീരം സ്വീകരിച്ച കൂർമ്മരൂപിയായ ഭഗവാൻ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ചെന്ന് തൻ്റെ ശരീരം കൊണ്ട് താണുപോയ മന്ദരപർവ്വതത്തെ മേലോട്ട് പൊക്കി തൻ്റെ ബലിഷ്ഠമായ പൃഷ്ഠഭാഗത്ത് താങ്ങി നിർത്തി. മന്ദരപർവ്വതം പൊങ്ങി വന്നപ്പോൾ വീണ്ടും മഥനം തുടങ്ങുന്നു. ഉന്മഗ്നേ ഝടിതി തദാധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യദ്യുതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്ഥാൻ. അങ്ങനെ ഭഗവാൻ കൂർമ്മരൂപിയായി സമുദ്രത്തിനടിയിൽ ചെന്ന് മന്ദരപർവ്വതത്തെ മേലോട്ട് ഉയർത്തി വെച്ചു. അങ്ങനെ മന്ദരപർവ്വതം പൊങ്ങി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ദേവന്മാരും അസുരന്മാരും എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അവർ ആഹ്ലാദ തിമർപ്പോടുകൂടി വളരെയധികം ശക്തിയോടുകൂടി കടയാൻ തുടങ്ങി. അങ്ങനെ ദേവാസുരന്മാർ മഥനം ചെയ്ത് തളർന്നപ്പോൾ ഭഗവാൻ തന്നെ അവരുടെ ക്ഷീണം തീർത്തു കൊടുത്തു. അതായത് ഭഗവാൻ സ്വയം ഒരു അസുരനായിട്ട് അസുരന്മാരുടെ കൂട്ടത്തിലും ഒരു ദേവനായിട്ട് ദേവന്മാരുടെ കൂട്ടത്തിലും സൂക്ഷ്മരൂപത്തിൽ വാസുകിയിലും പ്രവേശിച്ച് അവർക്കുള്ള ശക്തിയും ഉത്സാഹവുമെല്ലാം വർദ്ധിപ്പിച്ചു കൊടുത്തു. മന്ദരപർവ്വതം അധികം പൊങ്ങി വന്നപ്പോൾ ഭഗവാൻ തൻ്റെ തൃക്കൈ മന്ദരപർവ്വതത്തിൻ്റെ മീതെ അമർത്തിവെച്ച് പാകത്തിൽ നിർത്തുന്നു. ഉദ്ധാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര നൈസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനുനുരുപാത്ത പുഷ്പവർഷ. അങ്ങനെ മന്ദരപർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്നതിൻ്റെ ആ സന്തോഷാധിക്യത്താൽ അതിശക്തിയോടുകൂടി കടഞ്ഞപ്പോൾ ആ ശക്തിയോടുകൂടിയ തിരിച്ചിലിൻ്റെ വേഗം നിമിത്തം മന്ദരപർവ്വതം സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ പൊങ്ങി വരുന്ന മന്ദരപർവ്വതത്തിന് മേൽ ഭഗവാൻ തൻ്റെ തൃക്കൈ വച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ മഥനം കാണാനായി ആകാശദേശത്തെത്തിച്ചേർന്ന ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർ സന്തോഷപരവശരായി പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇവിടെ പാലാഴി മഥനത്തിൻ്റെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലും ഭഗവാന്റെ ഇടപെടൽ കൊണ്ട് ദേവാസുരന്മാർ ആ പരീക്ഷണ ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്യുകയാണ്. വാസുകിയുടെ മുഖങ്ങളിൽ നിന്ന് വരുന്ന വിഷക്കാറ്റേറ്റ് വിഷമിക്കുന്ന ദേവന്മാരുടെ നേരെ ഭഗവാൻ കരുണ കാണിക്കുന്നു. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാൻ ന ദൈത്യസംഘാൻ. ഭഗവാൻ മുൻപറഞ്ഞ പ്രകാരം അടിയിൽ കൂർമ്മമായി താങ്ങിയും മുകളിൽ കൈവച്ചമർത്തിയും രണ്ടു ഭാഗത്തും ദേവന്മാരോടും അസുരന്മാരോടും ചേർന്ന് വാസുകിയിൽ പ്രവേശിച്ചും ശക്തിയോടുകൂടി മഥനം തുടങ്ങിയപ്പോൾ വാസുകിയുടെ മുഖങ്ങളിൽ നിന്ന് വിഷക്കാറ്റ് വല്ലാതെ വീശാൻ തുടങ്ങി. വാസുകിയുടെ തലഭാഗത്ത് നിൽക്കുന്ന അസുരന്മാർ ഈ വിഷക്കാറ്റേറ്റ് വളരെയേറെ എരിപൊരി സഞ്ചാരം കൊണ്ടു. വാലിൻ്റെ ഭാഗത്തുള്ള ദേവന്മാർക്കും ആ വിഷക്കാറ്റ് കുറച്ചൊക്കെ വിഷമങ്ങളുണ്ടാക്കി. അപ്പോൾ ഭഗവാനെ അവിടുത്തെ കാരുണ്യം മൂലം ദേവന്മാരുടെ ഭാഗത്ത്
നന്നായി മഴ പെയ്തു. എന്നാൽ അസുരന്മാരുടെ ഭാഗത്ത് മഴ പെയ്തതേയില്ല. ഇവിടെ നമുക്ക് തോന്നും ഭഗവാൻ ഒരു ദേവപക്ഷപാതിയാണ് എന്ന്. കാരണം അസുരന്മാരാണ് ദേവന്മാരെക്കാൾ കൂടുതലായിട്ട് ഈ വിഷക്കാറ്റേറ്റ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ദേവന്മാരുടെ ഭാഗത്ത് മാത്രം മഴ പെയ്തു, അസുരന്മാരുടെ ഭാഗത്ത് മഴ പെയ്തതേയില്ല. ഭഗവാന് അസുരന്മാരെന്നോ ദേവന്മാരെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള പക്ഷപാതവുമില്ല. ഭഗവാൻ എപ്പോഴും നീതിയുടെ ഭാഗത്താണ്. ദേവന്മാർ നിഷ്പ്രഭരായ സമയത്ത് ആ തക്കം നോക്കി ഒരു കാരണവുമില്ലാതെയാണ് അസുരന്മാർ ദേവന്മാരോട് ഏറ്റുമുട്ടി സ്വർഗം കൈക്കലാക്കി അവരെ പുറത്താക്കിയത്. അത് അനീതിയാണ്. അതിന് അസുരന്മാരെ തോൽപ്പിക്കണം, അതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഭഗവാൻ അവർക്ക് ഇത്തരത്തിലുള്ള ഓരോ ശിക്ഷ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നേരം മഥനം നടത്തിയിട്ടും പാലാഴിക്ക് മാറ്റമൊന്നും വന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്ക് മഥനം ചെയ്യാൻ തുടങ്ങുന്നു. ഉദ്ഭ്രാമ്യദ്ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ദേവാസുരന്മാർ ശക്തിയായി വളരെ നേരം മഥനം ചെയ്തിട്ടും വാസുകിയുടെ മുഖത്തു നിന്നും ഈ വിഷപ്പുക വന്നതൊഴിച്ചാൽ മറ്റൊരു മാറ്റവും പാലാഴിക്ക് മറ്റൊരു മാറ്റവും വന്നില്ല. തിമിംഗലങ്ങളും മുതലകളും പരിഭ്രമിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിന് വളരെ നേരം മഥനം ചെയ്തിട്ടും മാറ്റമൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ മുന്നിട്ടിറങ്ങി ഒറ്റയ്ക്ക് മഥനം ചെയ്യാൻ തുടങ്ങി. ഇപ്രകാരം ഒറ്റയ്ക്ക് 2 കൈകൊണ്ടും വാസുകിയെ വലിച്ചു കടഞ്ഞുകൊണ്ട് ശോഭിച്ചു നിൽക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ, ഈ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ പാലാഴി മഥനത്തിൻ്റെ ആദ്യ ഭാഗമായ ഈ ദശകം അവസാനിപ്പിക്കുന്നു.